ഹായ്, ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട്. ഒരു പബ്ലിക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണമെന്ന്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ആം വെരി വെരി ട്രിഗേർഡ് ബൈ എ കോൺവെർസേഷൻ ഐ ഹാഡ് എ ഫ്യൂ ഡേയ്സ് ബാക്ക്. നമ്മുടെ വീട്ടിൽ മുതിർന്നവരോടൊക്കെ സംസാരിക്കുമ്പം എസ്പെഷ്യലി ഈ അവരുടെ ടേംസിൽ മോഡേൺ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം നിങ്ങൾ കേൾക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവില്ലേ, സംസ്കാരം, മാന്യത എക്സെട്ര. അതേപോലെ അന്നത്തെ കോൺവെർസേഷനിൽ ഞാനും കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. റിവീലിംഗ് ആയ ക്ലോത്ത്സ് ഇടുന്ന പെൺകുട്ടികൾ അവരുടെ വാല്യൂ സ്വയം കുറയ്ക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. ഇങ്ങനെ ശരീരം കാണിച്ച് നടക്കുമ്പോൾ എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. പണ്ട് മാറുമറക്കൽ സമരം നടത്തിയ നാട്ടിലെ ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെ തുണിയില്ലാതെ നടക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ വാശി പിടിക്കുന്നത്? അല്ലെങ്കിൽ ലോകം സേഫ് അല്ല. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ അവർ വീണ്ടും ഡേഞ്ചർ ഇൻവൈറ്റ് ചെയ്യാണ്. സങ്കടം തോന്നും. എന്തോ മാതിരി വെച്ചാൽ ആദ്യമാണ് ഇങ്ങനെ കാണിക്കേണ്ടാത്തതൊക്കെ കാണിച്ച് ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ ദേഷ്യം കയറണില്ലേ, ട്രിഗേർഡ് ആവണില്ലേ? സെയിം, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പൊ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോയിന്റ്സിനെ നമുക്കൊന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, അതായത് ചൂട് കാലാവസ്ഥയുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങളോളം ഇന്ത്യയിലെ സ്ത്രീകളായാലും ആണുങ്ങളായാലും ബെയർ ചെസ്റ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രൂഫാണ് നമ്മൾ പഴയ ടെമ്പിൾസിൽ കാണുന്ന ദേവികളുടെയൊക്കെ സ്കൾപ്ചേഴ്സില്ലേ. ആ ചൂട് കാലാവസ്ഥയിൽ ദേഹം മൊത്തം മൂടി നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ പിന്നെ ബോഡി മൂടുന്നതാണ് മര്യാദ എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനൈസ് ചെയ്തതിന് ശേഷമാണ് ആ ഐഡിയ വന്നത്. പഴയ ബ്രിട്ടീഷുകാരുടെ ഐഡിയ അനുസരിച്ച് സ്കിൻ കാണിക്കുന്നത് അൺസിവിലൈസ്ഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ പുരാതനമായ ആൾക്കാർ, സംസ്കാരം ഇല്ലാത്തവര് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അവരിട്ടിരുന്നതോ ഫുൾ സ്ലീവ്സ് ഉള്ള ഹൈ നെക്കുള്ള ഫുള്ളി കവർ ചെയ്യുന്ന ഗൗൺസ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ സമ്മറിൽ ചൂട് കുറവും വിന്റേഴ്സിൽ ഒരുപാട് തണുപ്പുമാണ്. സോ അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ഇവോൾവ് ആയി വന്ന ഡ്രസ്സിങ് സ്റ്റൈലാണ് അവരുടേത്. പക്ഷേ ഇന്ത്യനെ കൊളനൈസ് ചെയ്തതിനു ശേഷം അവർ ഇന്ത്യയിൽ വന്നിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ ക്ലാസ് ഉള്ളവരാണെങ്കിൽ, അല്ല നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉള്ള സിവിലൈസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശരീരം മൊത്തം മറയ്ക്കുന്ന രീതിയിൽ വേണം ഡ്രസ്സ് ചെയ്യാനെന്ന്. ഈ ഐഡിയോളജി അവർ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആൻഡ് വിത്ത് ടൈം ഇന്ത്യയിലെ മേൽ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഈ കോൺസെപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ പണ്ട് ഹയർ കാസ്റ്റിൽ ആൾക്കാർ ചെയ്യുന്നതാണല്ലോ അൾട്ടിമേറ്റം. അങ്ങനെ ഈ ഇംഗ്ലീഷ് സംസ്കാരം പിന്നെ ഇന്ത്യൻ സംസ്കാരമായിട്ട് റീബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. സോ ഈ മുഴുവൻ മൂടി നടന്നാലേ അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള തുണികൾ ഇട്ടാലേ മര്യാദ ഉള്ളൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സംസ്കാരമല്ല. പക്ഷേ ഈ പറഞ്ഞ പഴയ ചിന്താഗതിയിൽ നിന്ന് മാറി ഇപ്പോഴത്തെ ഈ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ക്ലൈമറ്റ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ബട്ട് നമ്മൾ ഇന്ത്യക്കാരെ ഇപ്പോഴും ഈ ഫോൾസ് ഐഡിയ ഓഫ് സംസ്കാരം പിടിച്ചിരുന്ന് അവരുടെ നാട്ടിലെ സ്വന്തം സ്ത്രീകളെ മോശക്കാരാക്കുന്നു. ഒരു പിറ്റി. നെക്സ്റ്റ് ഞാൻ കേട്ട പോയിന്റ് ആയിരുന്നു മാറുമറക്കൽ സമരം. Now this has been so completely misunderstood by our elderly. പണ്ട് ട്രാവൻകൂറിൽ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് അവരുടെ ചെസ്റ്റ് കവർ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അവർ മുലക്കരം അഥവാ ബ്രസ്റ്റ് ടാക്സ് പേ ചെയ്യണമായിരുന്നു. ടാക്സ് കളക്ടർ വന്ന് സ്ത്രീയുടെ ശരീരത്തിൻ്റെ വലുപ്പം നോക്കിയാണ് എത്ര ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഇൻസൾട്ടിങ് അല്ലേ? ഇത് മോഡസ്റ്റി റിലേറ്റഡ് ആയിരുന്നില്ല, മറിച്ച് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൂവൽ അജണ്ടയായിരുന്നു. സ്ത്രീകൾക്ക് മുലക്കരമായിരുന്നെങ്കിൽ ആണുങ്ങൾക്ക് തലക്കരമായിരുന്നു. അതായത് കീഴ്ജാതിയിലുള്ള പുരുഷന്മാർക്ക് അവരുടെ പദവി നിലനിർത്താൻ തലയ്ക്ക് നികുതി കൊടുക്കണം. ബേസിക്കലി പറഞ്ഞാൽ ഈ താഴ്ന്ന ജാതിയിലെ ആണുങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ടാക്സ് പേ ചെയ്യണമായിരുന്നു. ഹൗ ക്രൂവൽ ഇസ് ദാറ്റ്? ഈ ക്രൂരതയ്ക്കെതിരായ ശബ്ദമുയർത്തിയ ഒരു സ്ത്രീയുടെ കഥയുണ്ട്, ചേർത്തലയിലെ നങ്ങേലി. നികുതി കൊടുക്കാൻ വയ്യാതെ തന്നെ അപമാനിക്കാൻ വന്ന കളക്ടറുടെ മുന്നിൽ സ്വന്തം ബ്രസ്റ്റ് മുറിച്ച് നൽകിയ ഒരു സ്ത്രീയുടെ കഥയാണത്. എൻ്റെ ശരീരത്തിന്മേൽ നികുതി ചുമത്താൻ നിനക്ക് അധികാരമില്ല എന്നുള്ളൊരു ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. ഇതിനെ തുടർന്നാണ് പിന്നെ കേരളത്തിൽ മാറ്റങ്ങൾ വന്നത്, പിന്നെ ഈ ബ്രസ്റ്റ് ടാക്സ് ഒക്കെ നിർത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. ചിലർ ഇത് വെറും ഒരു മിത്താണ്, കെട്ടുകഥയാണ്, ശരിക്കും നടന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ ഹിസ്റ്ററി ഡോക്യുമെന്റ് ചെയ്യുമ്പം പലപ്പോഴും സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പോരാട്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വളരെ റെയർ ഇൻസ്റ്റൻസസേ ഉള്ളൂ, വേർ വിമൻ ഫൈറ്റിംഗ് ഫോർ ദെംസെൽവ്സ് ആർ ഡോക്യുമെന്റഡ്, അഗൈൻ ബിക്കോസ് ഓഫ് പേട്രിയാർക്കി. ഇനി നങ്ങേലി ഒരു റിയൽ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിലും മുലക്കരം ആൻഡ് തലക്കരം എന്നുള്ളത് ശരിക്കും നടന്നിരുന്ന സംഭവങ്ങളായിരുന്നു. സോ ഈ മാറുമറക്കൽ സമരം ഇപ്പോഴത്തെ മുതിർന്നവർ പറയുന്ന പോലെ വെറും ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമായിരുന്നില്ല. അന്നത്തെ മേൽജാതിയിൽപ്പെട്ടവരും അധികാരികളും ഈ പറഞ്ഞ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളുടെ ശരീരത്തിന് ഒരു ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ പറഞ്ഞ സമരം കാസ്റ്റിസത്തിനെതിരായിട്ടും പിന്നെ ബോഡിലി ഓട്ടോണമിക്ക് വേണ്ടിയിട്ടും ഉള്ളൊരു സമരമായിരുന്നു. ബോഡിലി ഓട്ടോണമി എന്ന് പറയുമ്പം സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം. മാറുമറക്കൽ സമരം ആൻഡ് ഈ കാലത്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ കഴിയണം, ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് ഡ്രസ്സ് ചെയ്യാൻ കഴിയണം എന്ന് പെൺകുട്ടികൾ പറയുന്നതിൻ്റെയൊക്കെ കോർ അല്ലെങ്കിൽ എസെൻസ് ഒന്നാണ്, വിച്ച് ഇസ് സിംപ്ലി ഫ്രീഡം.
പക്ഷെ ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പേട്രിയാർക്കി ഇതിൻ്റെ മീനിങ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാറുമറയ്ക്കൽ സമരം ഒരു സ്ത്രീയുടെ അന്തസ്സിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്നും ആ അന്തസ്സിനെ വെറും ഒരു ബ്ലൗസിൽ ചുരുക്കി കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. സ്ത്രീകളുടെ ഡ്രസ്സിങ് കാരണമാണ് അവർ ഉപദ്രവിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പലതവണ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, എത്ര റിയൽ ആണെന്ന് എനിക്കറിയില്ല. ഒരു റേപ്പിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ മുഴുവൻ മൂടിയൊരു സ്ത്രീയെ കാണുമ്പോഴും ടി വിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വെച്ച് റിവീലിംഗ് ക്ലോത്ത്സ് ഇട്ട സ്ത്രീനെ അവർ കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ സ്ത്രീനെയും അവർ അങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പോൾ അവർ പ്രൊവോക്ഡ് ആവുന്നു, അങ്ങനെ അവർക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇതിനാണ് നമ്മൾ വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ വെറും ഒരു എക്സ്ക്യൂസാണ്. എന്നിട്ട് വീണ്ടും സ്ത്രീകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന നറേറ്റീവാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ത്രീകളെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. സൈക്കോളജിയിൽ പറയുന്നത് ഈ പറഞ്ഞ സെക്ഷൽ അസോൾട്ട് ഓർ ഹറാസ്മെൻറ്റ് ചെയ്യുന്നവർ ഒരിക്കലും സെക്ഷൽ ഡിസയർ കൊണ്ട് മാത്രമല്ല അത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്രൈം ഓഫ് പവർ. ഒരു പെണ്ണിനെ കണ്ടാൽ അവൾ ഉപദ്രവിക്കാം എന്നൊരു ഡോമിനേറ്റിംഗ് മൈൻഡ് സെറ്റ് കാരണമാണ് അവരിത് ചെയ്യുന്നത്. ഒരു സ്ത്രീ വേണ്ട എന്ന് കരഞ്ഞ് പറയുമ്പോഴും അവൾ ഉപദ്രവിക്കുന്നത് ഒരിക്കലും സെക്ഷൽ ഡിസയർ അല്ല, അത് വെറും ക്രൂവൽറ്റിയാണ്. അവൾക്ക് മുകളിൽ എനിക്ക് അധികാരമുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു അഹങ്കാരമാണത്. ബുർഖ ഇട്ടവരും സാരി ഇട്ടവരും തുണിയെക്കുറിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു. അപ്പോൾ പ്രശ്നം തുണിയുടെ നീളല്ല, പ്രശ്നം പേട്രിയാർക്കി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ പവർ മൈൻഡ് സെറ്റാണ്. ആൺപിള്ളേർക്ക് കൺട്രോൾ ഉണ്ടാവില്ല, മെൻ വിൽ ബി മെൻ എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ആണുങ്ങളുടെ സെൽഫ് കൺട്രോളിന് ഇത്ര വിലയില്ലാതെ കാണരുത്. നമ്മൾ സ്ത്രീകളെ മോഡസ്റ്റി പഠിപ്പിക്കുന്നതിന് പകരം ആൺപിള്ളേർക്ക് കൺസെൻറ്റ് എന്താണെന്നും റെസ്പെക്റ്റ് എന്താണെന്നും ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ലെറ്റ്സ് സ്റ്റോപ്പ് ബ്ലെയിമിങ് ദ ഫാബ്രിക് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ബ്ലെയിമിങ് ദ മൈൻഡ് സെറ്റ്. ഇമാജിൻ ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ തുണി കൊണ്ടല്ല, അങ്ങനെ ചിന്തിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മുത്തശ്ശിമാരും അമ്മൂമ്മമാരും അമ്മമാരും അമ്മായിമാരും ഒക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണയെക്കുറിച്ച് ഇങ്ങനെ കൺസേൺഡായി പറയുന്നത്? ആൻഡ് ട്രസ്റ്റ് മീ, എൻ്റെ ഫാമിലിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം അവർക്ക് ജെനുവിൻ കൺസേൺ ആൻഡ് വിഷമമാണ്. അത് ഫേക്ക് അല്ല, അത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഇതിന് ഒരു കാരണമുണ്ട്. സൈക്കോളജിക്കലി ഇതിനെ നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയും. കുട്ടിക്കാലം തൊട്ടേ നല്ല കുട്ടിയാണെങ്കിൽ ഇന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം, ഇന്ന രീതിയിൽ നടക്കണം, പെണ്ണുങ്ങളായാൽ ഒതുങ്ങി നടക്കണം എന്നൊക്കെ അവരെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഹാമർ ചെയ്താണ് വളർത്തുന്നത്. ഇപ്പം നമുക്ക് അന്ന് അവർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ ഉണ്ട് അബൌട്ട് ദ വേൾഡ്, ഇൻ്റർനെറ്റ് ഉണ്ട്. ബട്ട് മിക്ക പഴയ ആൾക്കാരും വളർന്നത് ഒരു ചട്ടക്കൂട്ടിനകത്താണ്. അവർക്ക് മാറി ചിന്തിക്കാനോ ഈ പറഞ്ഞ വാല്യൂസ് ചാലഞ്ച് ചെയ്യാനോ ഉള്ള എക്സ്പോഷറോ ചാൻസോ ഇല്ലായിരുന്നു. അങ്ങനെ അവരുടെ മനസ്സിൽ റിവീലിംഗ് ക്ലോത്ത്സ് ഇസ് ഈക്വൽ ടു ഇൻഡീസെൻറ്റ്, ഇസ് ഈക്വൽ ടു ഡേഞ്ചർ എന്നുള്ളത് ടാറ്റൂഡായി. ദിസ് ഇസ് ബിക്കോസ് ഓഫ് പേട്രിയാർക്കൽ ഹിപ്നോസിസ് ആൻഡ് ഇൻറ്റർണലൈസ്ഡ് മിസോജിനി. അവരറിയുന്നില്ല അവർ സ്വന്തം വർഗത്തിനെ സമൂഹത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വാദിക്കുന്നത് എന്ന്. ഇൻഫാക്ട് ഡ്രസ്സിംഗ് അല്ല സ്ത്രീകളുടെ വാല്യൂ കുറയ്ക്കുന്നത്, മറിച്ച് ഇതുപോലെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഈ പഴയ ചിന്തകൾ അഹങ്കാരത്തോടെ വിളിച്ച് പറയുമ്പോഴാണ് അവർ സ്വന്തം വാല്യൂ കളയണത്. അവർ മനസ്സിലാക്കണില്ല, അവർ ഈ കോൺസെപ്റ്റ് താങ്ങി നടക്കുമ്പോൾ അവർ ആക്ച്വലി സ്ത്രീകളെ വെറും ഒരു ഒബ്ജക്റ്റായി കാണുന്ന ആ പഴയ സിസ്റ്റത്തെയാണ് സപ്പോർട്ട് ചെയ്യണതെന്ന്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇല്ലെങ്കിൽ നമ്മളും ഇതേപോലെ തെറ്റായ ധാരണകൾ ഇനിയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. താഴോട്ടുള്ള ജനറേഷൻസ് ഇതേ മിസോജിനിസ്റ്റിക് ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്ത് വളരും. ഒരു സ്ത്രീയുടെയും ഡിഗ്നിറ്റി അവളുടെ ഡ്രസ്സിലല്ല ഇരിക്കുന്നത്. എ വുമൻ ഇസ് മോർ ദാൻ ജസ്റ്റ് ഹർ ബോഡി, ജസ്റ്റ് ലൈക്ക് എ മാൻ, ജസ്റ്റ് ലൈക്ക് എനി അതർ ബീയിങ് ഓൺ ദിസ് എർത്ത്. ഓക്കെ, ബൈ.